ഇതെന്തോ അത് ചായ. അത് ചായ. ഇത് ചായ അത് മനസ്സിലായി. ഈ താലപ്പൊലി പോലെ ഏതാണ്ട് പിടിച്ചോണ്ട് നീ നിൽക്കുന്നില്ല, അതെന്തുവാ? ഇത് ചായയുടെ കൂടെ കഴിക്കാനുള്ള കടിയാണ്. അങ്ങനെ ഒരു പതിവ് ഇവിടെ ഇല്ലല്ലോ. ഉണ്ടായിരുന്നു കൊച്ചമ്മ. അതായത് നേരത്തെ ഇല്ലായിരുന്നു, പക്ഷെ ഇനി മുതൽ അങ്ങനെയാണ്. ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് ഞങ്ങൾക്ക് ആഹാരം തരുന്ന കൊച്ചമ്മ ഈ പുതുവർഷം മുതൽ ഞങ്ങൾ തരുന്ന വെറൈറ്റി ആഹാരം കഴിക്കണം അല്ലേ? അതെ അതെ അതെ. എന്താണ് വെറൈറ്റി ആഹാരം? നോക്കട്ടെ. കേക്കാണ് കൊച്ചമ്മ. ഇതാണോടാ അതിന്റെ വെറൈറ്റി ആഹാരം? കൊച്ചമ്മ ഈ അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക, ഒന്ന് വിചാരിക്കരുത്. ഒരാഴ്ചയായിട്ട് നമ്മൾ ഈ വെറൈറ്റി ആഹാരം തിന്നോണ്ടിരിക്കുക. ക്രിസ്മസിന്റെ അത് തുടങ്ങിയതല്ലേ കേക്ക് തീറ്റി? അതങ്ങനെയാണ് കൊച്ചമ്മ. ക്രിസ്മസ് ന്യൂ ഇയറും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത, അതായത് അത് കഴിഞ്ഞ് വരുന്ന 2 ആഴ്ച എല്ലാ വീടുകളിലും ഇത് തന്നെയാക്കി വെറൈറ്റി. എന്നാ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. നീ എന്തുവാ പറയാൻ വരുന്നത്? പറ, കേക്കട്ടെ. ഇതേ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഒരുപാട് പേര് കേക്ക് കൊണ്ട് നമ്മൾ അതും വെറൈറ്റി കേക്കുകൾ. എന്ത് സ്നേഹമുള്ള ആൾക്കാരല്ലേ. അത് തന്നെ ഞാൻ പറയാൻ വന്നത്. ഓണം ആകുമ്പോ നമ്മൾ വീട്ടിൽ വറക്കുന്ന ഉപ്പേരിയോ ശർക്കര വരട്ടിയോ അത് ഇതൊക്കെ കുറേശ്ശെ നമ്മൾ അങ്ങോട്ട് കൊടുത്ത് വിടും അല്ലേ? പെരുന്നാളാവുമ്പോഴോ അതുപോലെ തന്നെ അയൽവക്കത്ത് താമസിക്കുന്നവരെല്ലാരും ഉണ്ടാക്കുന്ന പത്തിരിയും ഇറച്ചിയും ബിരിയാണി അതും ഇതും എല്ലാം കൂടെ നമുക്ക് ഇങ്ങോട്ട് കൊടുത്ത് വിടും അല്ലേ? ക്രിസ്മസ് വരുമ്പോ ഇതുപോലെ കേക്കുകളും വരും. അതൊക്കെയാ മനുഷ്യര് തമ്മിലുള്ള ഒരു സ്നേഹബന്ധം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അതൊക്കെ വരും. അല്ല, അങ്ങനെ സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടിട്ടാണ് അല്ലേ കൊച്ചമ്മ? നമ്മൾ ഈ സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടിട്ടാണ് ഈ ഓരോ മതങ്ങളും ഒത്തൊരുമയായിട്ട്. അതാ ഞാൻ പറയാൻ വന്നത്. എടാ, ഇതൊക്കെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ. ഈ തമ്മിലടിയും പരദൂഷണം, അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിയുടെ മതത്തിന്റെ പേരൊക്കെ കിടന്ന് ചിലപ്പ് വെറുതെ ഒരു കാര്യമില്ല. പോകുമ്പോ എല്ലാവരും ഒരേ സൈസ് വെട്ടിയില്ല. എന്ത് പറ്റി വിഷമിച്ചിരിക്കുന്നത്? യോ, എന്താ മക്കളെ? എന്തോ ഒരു സങ്കടം ഉണ്ട് എന്റെ പൊന്നുമൊക്കെ. എന്താ മോനെ? പറ, അച്ഛമ്മയോട് പറ. എന്തോ പറ്റി? അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കൂല, അല്ലെങ്കിൽ ഭയങ്കര ചിരിച്ച് കളിച്ച് വരുന്ന ആളാ. പറ. എന്തോ ഉണ്ട്. മക്കള് പറ, അച്ഛമ്മയോട് പറ. അച്ഛമ്മ, എനിക്ക് മാത്സിന്റെ പേപ്പർ കിട്ടി. എനിക്ക് 50ക്ക് 42. എത്ര? 42. 42. 50 നല്ല മാർഗല്ലേ പൊന്നു മക്കളെ? കൊള്ളാം. അതും കണക്കിന്. അയ്യോ, അതിനായിരുന്നു ഈ സങ്കടം. നല്ല മാർഗം. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്ക് കണക്ക് ഭയങ്കര പാടായിരുന്നു. പറഞ്ഞിട്ടൊന്നും ബാക്കിയെല്ലാം മലമറക്കാം. അല്ല മക്കളെ, ഭയങ്കര പാടായിരുന്നു കണക്ക്. സാറിന് എന്നെ കാണുന്നതേ ഇഷ്ടമില്ല, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു സത്യം. കേട്ടോ മക്കളെ, ഈ കണക്കെന്ന് പറയുന്ന വിഷയം ഉണ്ടല്ലോ, മാത്തമാറ്റിക്സ്, അത് പഠിക്കാനായിട്ട് അതിന്റെ ബേസിക് ഒന്ന് പഠിച്ച് നല്ല മനസ്സിലാക്കി വെച്ചാൽ അപ്പൊ തന്നെ കണക്ക് എളുപ്പം. അല്ല, അച്ഛമ്മയ്ക്കും കണക്ക് ഇച്ചിരി ഇഷ്ടമല്ലാത്തൊരു വിഷയമായിരുന്നു. കൊച്ചമ്മ, ഞാൻ പഠിക്കുന്ന കാലത്ത് ബേസിക് എന്ന് പറഞ്ഞ പുസ്തകം ഇല്ലായിരുന്നു. എന്തോന്ന്? എങ്ങനെ? ബേസിക് എന്ന് പറയുന്ന പുസ്തകം ഞാൻ പഠിക്കുന്ന സമയത്ത് ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാ. പോടാ അവിടുന്ന്. ബേസിക് എന്ന് പറഞ്ഞാൽ എന്തുവാ? അതൊരു ബേസിക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ബാലപാഠങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ അതിന്റെ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കണം. കണക്ക് പഠിക്കുക. ഞാൻ പഠിക്കുന്ന സമയത്ത് കൂട്ടുക, കുറയ്ക്കുക, ഹരിക്കുക, പിന്നെ കുണിക്കുക. കുണിക്കുകയല്ല, പിന്നെ ഗുണിക്കുക. അതെ, അത് തന്നെ. അങ്ങനെ പഠിച്ചാണ് ഞാൻ ഈ നിലയിലെത്തിയത്. ഏത് നിലയില്? അങ്ങനെയല്ല, അത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള കൊച്ചമ്മ ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ എന്റെ അടുത്തല്ലേ പറയുന്നത്. പിന്നെ എന്റെ അടുത്ത് തന്നെ മുത്തു ചായ ഉണ്ടോ അങ്ങനല്ലേ പറഞ്ഞേ? സുരഭി എന്നാണ് ആദ്യം വിളിക്കുന്നത്. പാവപ്പടി ചാക്കുഞ്ഞിന് വെള്ളം കൊടുക്കും, ഒരു ചായ ഇട്ട് കൊടുക്കും മക്കളെ. അതാണ് ഇതിവിടെ കൊടുക്ക്. വെറൈറ്റി ഫുഡ് മുത്തുവിന്റെ. ഈ വെറൈറ്റി ഫുഡ് ഇതിനാ ഇത്ര ഈ മുറിച്ച് കൊണ്ടുവച്ചിരിക്കുന്നത്? ആർക്ക് തിന്നാൻ? അല്ല, കൊച്ചമ്മ കഴിച്ചിട്ട് ബാക്കി വെച്ചിരുന്നാ മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ വീണ്ടും എടുത്തേരാ. ഓടത് ഞാൻ ഈ മുത്തോട് പറഞ്ഞതാണ്, അമ്മ ഒരു പീസ് കേക്ക് മാത്രമേ കൊടുത്താൽ മതി. ഇല്ല, കൊച്ചമ്മ ഇതെല്ലാം അങ്ങ് കഴിക്കൂ. ചുമ്മാ ഫ്രിഡ്ജ് വെച്ച് അടുത്ത നാളെ അതൊക്കെ വെറുതെ ഇത് കൂടെ അവന് കൊണ്ടുപോയി തിന്നാൻ. അതന്നെ, എടുത്തോണ്ട് പോന്നീ. അമ്മ ഒരു പീസ് എടുക്കമ്മ. എനിക്ക് ചായ കുടിക്കട്ടെ, പിന്നെ കഴിക്കാം. ചായ കഴിക്കാൻ വേണ്ടിട്ടാണ് കൊണ്ടുപോണത്. നാളെ വെച്ചേക്കുന്ന ഒരു മഹാന് ഇപ്പൊ പോന്ന വഴിക്ക് 2 തിന്ന് കാണോ അവൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.